ഞാൻ ഇനി പറയാൻ പോകുന്ന വലിയ ഒരു നമ്മൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു സ്റ്റാറ്റസ് വന്നതാണ്. ഒരു സ്ത്രീ അഡ്വക്കേറ്റാണോ എന്താണ് ഞാൻ ഓർക്കുന്നില്ല, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതെനിക്ക് ഉൾക്കൊള്ളാനേ പറ്റിയില്ല. കാരണം അവർ പറഞ്ഞ കാര്യം ഇതാണ്: അമ്മമാർ ആണ് ആൺകുട്ടികളെ കൂടുതലും വഷളാക്കുന്നത്. കുട്ടികളെ പൊതുവെ, ആൺകുട്ടികളെ മാത്രമല്ല, കുട്ടികളെ വഷളാക്കുന്നത് അമ്മമാരാണ്, പ്രത്യേകിച്ചും ആൺകുട്ടികൾ ഇപ്പം കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ ചായ എന്തിനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്, അവർക്ക് വേണമെങ്കിൽ ചായ ഇട്ട് കുടിക്കടാ എന്ന് പറയണം എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. പിന്നെ കുട്ടികൾ വരാൻ സമയമായി, അതുകൊണ്ട് പോകണമെന്ന് ധൃതി പിടിക്കുന്ന അമ്മമാരുണ്ട്. അങ്ങനെയൊക്കെ എന്തിനാണ് എന്നൊക്കെയാണ് അവർ ചോദിച്ചത്. എനിക്കത് കേട്ടിട്ട് ഇവരെന്ത് ഒരമ്മയാണോ, അല്ലെങ്കിൽ അവരെന്താണ് ഇത്രയും ഇതായിട്ട് സംസാരിക്കുന്നതെന്ന് തോന്നും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവർ പറഞ്ഞത്. മറ്റൊന്നുമല്ല, അവരൊരു സ്ത്രീയാണ്. ആ വീട്ടിൽ അവർ ജോലിക്ക് പോയതിന് ശേഷം വരുമ്പോൾ ചിലപ്പോൾ അവർ പല കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് ആ വീട്ടിൽ ജോലിക്കാരും ഉണ്ടാവാം, അല്ലേ? അവർ ക്ഷീണിച്ച് ചെല്ലുമ്പോൾ അവർക്കൊരു കപ്പ് ചായ ഇട്ട് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടാവാം. അവരുടെ മക്കളുടെ കാര്യം നോക്കുന്നതും അവരായിരിക്കാം, ഇല്ലെങ്കിൽ ജോലിക്കാരിയായിരിക്കാം. കുട്ടികളുടെ കാര്യം, അവർ പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് ആവശ്യമായ ചോറും കറികളും സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന ആരാ? അച്ഛനും അമ്മയാണ്. അല്ലാതെ കുട്ടികൾ കയറി രാവിലെ ഇതെല്ലാം ഉണ്ടാക്കി എടുത്ത് പാത്രത്തിലാക്കി അവരവരുടെ കാര്യം നോക്കി പോവാണോ? അല്ല. ഈ പറയുന്ന സ്ത്രീയും സ്വന്തമായി പാചകം ചെയ്തത് ഏത് പ്രായത്തിൽ ആയിരിക്കാം? അതൊക്കെ നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം കുട്ടികൾക്ക് ഉണ്ടാകത്തില്ല. അത് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കും കുട്ടികളുടെ ചിന്തകളിൽ. അതിലൊരു മാറ്റവുമില്ല. കാരണം നമ്മൾ ഒരു ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഒരു പക്വതയുണ്ട്, അവർക്ക് കുറേയധികം കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എങ്കിൽ കൂടിയും ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്ന ടൈമിൽ ഞാൻ അക്ഷയയിൽ പഠിപ്പിക്കുന്ന ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിൽ രാവിലെ പോയി വൈകുന്നേരം വരും. വൈകുന്നേരം വന്നിട്ട് പിന്നെയും അത് കഴിഞ്ഞിട്ട് ട്യൂഷൻ സെൻറ്ററിലേക്കും പോകും. അപ്പോൾ ഈ 2 ജോലി ചെയ്ത സമയമുണ്ട്. ആ സമയത്ത് ഞാൻ രാവിലത്തെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അമ്മ എന്താണോ ഒരു കട്ടൻ ഇട്ട് തരും. ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കാണും. അപ്പോൾ ആ ഒരു കട്ടൻ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഒന്നാമത് നമ്മൾ പുറത്തേക്ക് പോകുന്നു, വെയിലോ മഴയോ ഒക്കെ കൊണ്ട്, അല്ലെങ്കിൽ പകൽ മുഴുവൻ സംസാരിച്ച് നമ്മൾ ഒരുപാട് ടയേർഡായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു കാപ്പി ഇട്ട് കുടിക്കുന്നതും ആരെങ്കിലും നമുക്കത് ചെയ്തു തരുമ്പോൾ ആ ചെയ്തു തരുന്ന ആളോടുള്ള ആ ഒരു സ്നേഹക്കൂടുതലുണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു സ്നേഹം, അത് വലിയൊരു കാര്യമാണ്. അതായത് അവിടെ നമ്മളൊരു കാര്യം പഠിക്കുകയാണ്. നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നമുക്ക് വേണ്ടി ആ ഒരു കാര്യം അവർ ചെയ്തു തരുന്നത്, അല്ലേ? അങ്ങനെ ചെയ്തു തരുമ്പോൾ നമ്മൾ അവരോട് സ്നേഹം കാണിക്കണം, ബഹുമാനം കാണിക്കണം എന്നുള്ളത്. ഞാനിത് പറയുമ്പോൾ ഇതൊന്നും മനസ്സിലാവാത്ത കുട്ടികളുമുണ്ട്. ഈ സ്നേഹവും ഇതൊന്നും ഇവർ സ്നേഹം കൊണ്ടാണ് തരുന്നതെന്നൊന്നും മനസ്സിലാക്കാത്ത കുട്ടികളുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കിക്കണമെങ്കിൽ വീട്ടിലുള്ള രക്ഷിതാക്കൾ ആ രീതിയിൽ അവരോട് പെരുമാറണം, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അങ്ങനെ ചെയ്യുന്നവരോട് സ്നേഹം ഉണ്ടാവും. ചെയ്തില്ലെങ്കിൽ അവിടെ വെറുപ്പും ഉണ്ടാകും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി വീട്ടിൽ വരുമ്പോൾ ആ സ്ത്രീ പറഞ്ഞതുപോലെ നീ വേണമെങ്കിൽ ചായ ഇട്ട് കുടിക്കുക എന്ന് പറയുമ്പോൾ അവനോർക്കും ഞാൻ പഠിച്ചിട്ട് വരുന്നു ഭയങ്കര ടയേർഡായിട്ട് വന്നിട്ട് ഞാൻ പോയി ചായ ഇട്ട് കുടിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ അമ്മയുടെ കാര്യം എന്താണ് ആ വീട്ടിൽ എന്നവൻ ചിന്തിക്കുക. അവൻ്റെ കൂട്ടുകാരുടെയൊക്കെ വീട്ടുകളിൽ അവൻ്റെ അമ്മമാരായിരിക്കും ചായ ഇട്ട് കൊടുക്കുന്നത്, വരുമ്പോഴൊരു ചായ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കുന്നത്. തനിക്ക് മാത്രം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ തൻ്റെ അമ്മ മാത്രം എന്താണ് ഇങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ അവന് തീർച്ചയായിട്ടും അവൻ്റെ അമ്മയോട് വെറുപ്പുണ്ടാകും, അല്ലേ? എൻ്റെ കൂട്ടുകാരുടെ അമ്മമാരെ പോലൊരു അമ്മയെ മതിയായിരുന്നു എനിക്കെന്ന് തോന്നും. ആ ഒരു വെറുപ്പ് പല രീതിയിലും വളർന്നു വരാം, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മുടെ ഭർത്താവ്
ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നമ്മളെന്തുകൊണ്ട് പറയുന്നില്ല, അത് നിങ്ങൾക്ക് വേണേൽ ചായ ഇട്ട് കുടിച്ചോ എന്ന് എത്ര പേര് പറയും? നമ്മൾ ചെയ്തു കൊടുക്കാറില്ലേ? അപ്പം ഭർത്താവ് ജോലിക്ക് പോകുന്നു എങ്കിൽ അത്രയും മുതിർന്ന ആളല്ലേ, നിങ്ങൾ രാവിലെ എണീച്ച് വേണമെങ്കിൽ ചോറും കറിയും വെച്ചിട്ട് കൊണ്ടുപോകൂ എന്ന് പറയാറുണ്ടോ? ഇല്ല. ഭാര്യയാണത് ചെയ്യും, ഭാര്യ അത് ചെയ്തു കൊടുക്കും. അപ്പോൾ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഭർത്താവ് ചെയ്തു കൊടുക്കുക, അതാണൊരു വീടിൻ്റെ ഒരു കാര്യം പോകുന്നത്. ഭാര്യയ്ക്ക് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ജോലിക്ക് പോകണം, അയാൾക്കും ഭർത്താവിനും ജോലിക്ക് പോകണം. അപ്പം രണ്ടുപേരും കൂടി രാവിലത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പം നടക്കും. രണ്ടുപേർക്കും വലിയ പ്രശ്നങ്ങളില്ല. ഭാര്യയുടെ മനസ്സിലുള്ള സ്ട്രെസ്സും റിലീസാവും. ഇല്ലെങ്കിൽ എല്ലാം ഒരു ഭാര്യ തന്നെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള മെൻ്റലി അവർക്ക് ഭയങ്കര സ്ട്രെസ്സ് ഫീൽ ചെയ്യും. അപ്പം ഭർത്താവും കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചാൽ അത്രയും നന്നാണ് അല്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സഹായം എന്നുള്ളത് അവരെവിടെ നിന്നാണ് പഠിക്കുന്നതെന്നറിയാമോ? സ്വന്തം വീട്ടിൽ നിന്നാണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, മിക്കവാറും 2 or 3 ആൺമക്കളുള്ള വീടുകളൊക്കെ ഉണ്ട്. പെൺകുട്ടികൾ കാണില്ല ആ വീട്ടിൽ. ആ വീട്ടിലെ ആൺകുട്ടികൾക്കൊക്കെ അത്യാവശ്യം ഇത്തിരി പാചകം, ഒരു ചായ ഇടാൻ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനറിയാം. സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ കഴുകിക്കോളും, പാത്രം കഴുകും, വീട്ടുജോലിയൊക്കെ അത്യാവശ്യം ചെയ്യുന്ന ചില മക്കളുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. അത് നല്ല കാര്യമാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു മോളും ഒരു മോനും ഉള്ളിടത്ത് ഈ ആൺകുട്ടി ചെയ്യാത്ത ജോലി 2 or 3 ആൺകുട്ടികൾ മാത്രമുള്ളൊരു വീട്ടിലെ ആൺകുട്ടികളൊക്കെ ചെയ്യും. എന്തുകൊണ്ടാണ്? കാരണം അമ്മ ആ ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അമ്മയുടെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ അമ്മമാർ മനസ്സിലാക്കും, എനിക്കൊരു പെൺകുട്ടിയില്ല, അതുകൊണ്ട് എന്നെ എന്തെങ്കിലും രീതിയിൽ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ആരുമില്ല. അപ്പോൾ മക്കളിൽ ആരെങ്കിലും ആൺമക്കൾ എന്തെങ്കിലുമൊക്കെ കാര്യം അവർ ചെയ്തു തന്ന സഹായമാകും. അപ്പോൾ എന്തു ചെയ്യും? അമ്മ പറയും, എടാ മോനെ ഒരു ചായ വെച്ചേടാ, അല്ലെങ്കിൽ അതൊന്ന് എടുത്തേടാ, അല്ലെങ്കിൽ പാത്രം ഒന്ന് അങ്ങോട്ട് മാറ്റി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അമ്മമാർ ഈ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങും, ചെറിയ കാര്യങ്ങൾ. അങ്ങനെ അവർക്ക് അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അത് അമ്മമാർ പറയുന്ന ഒരു രീതിയുണ്ട്, മോനെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യിക്കുമ്പോൾ അവരങ്ങ് ചെയ്യും. ചില ആൺകുട്ടികൾക്ക് ഈ പാചകത്തിനോടൊക്കെ ഒരു താല്പര്യമുണ്ട്, അവർ പറഞ്ഞില്ലെങ്കിൽ അവരതിനകത്തിൽ കയറി ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരങ്ങനെ ചെയ്യട്ടെ. ഇല്ലാത്തവരോട് നമ്മൾ എന്ത് ചെയ്യാം? അവർ സ്കൂളിൽ പോകുന്നു, ജോലിക്ക് പോകുന്നു, വരുമ്പോൾ ഒരു കപ്പ് ചായ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് അവിടെ ഒരു സ്നേഹമാണ് കൈമാറുന്നത് അല്ലേ? നേരെ മറിച്ചാണെങ്കിലോ അവിടെ വെറുപ്പാണ് ഉണ്ടാകുന്നത്. പിന്നെ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താം. എങ്ങനെ? അവർ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ദിവസങ്ങളിൽ അപ്പം മക്കളെ വിളിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞ് ഒരു മയത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി അവരെ കൊണ്ട് വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യിപ്പിക്കാൻ ശീലിപ്പിക്കും. അത് സ്വാഭാവികമായിട്ടും നടന്നു പോയിക്കോളും. അങ്ങനെയൊക്കെ അവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യും. പിന്നെ അവരാ ചെയ്യുന്നതിന് നമ്മൾ എന്താണ് അനുമോദിക്കുക, അങ്ങനെ ചെയ്തതുകൊണ്ട് ഇങ്ങനെ എനിക്ക് ഒരു ഉപകാരമായി, എൻ്റെ കുഞ്ഞങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് അവർക്ക് വീണ്ടും അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യാനായിട്ടുള്ള മനസ്സ് കാണിക്കും. അങ്ങനെയൊക്കെ ശീലിപ്പിച്ചിട്ടുള്ള അമ്മമാരുടെ മക്കൾ കുടുംബജീവിതത്തിൽ നല്ല രീതിയിൽ ശോഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അവരമ്മയെ സഹായിച്ചതുകൊണ്ട് നാളെ അവരുടെ വിവാഹശേഷം അവരുടെ ഭാര്യമാരെയും അവർ സഹായിക്കാനായി ശ്രമിക്കും. അപ്പോൾ തൻ്റെ ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായത് ഇത്തരത്തിലുള്ള സഹായങ്ങൾ. അതിലൊരു നാണക്കേടും തോന്നത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കാറുണ്ട്, അപ്പം പിന്നെന്താണ് എൻ്റെ ഭാര്യയെ സഹായിച്ചാൽ? അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ സഹായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അതുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയെ സഹായിക്കും. ഭാര്യയെ സഹായിക്കുന്നത് ഒരു തെറ്റായ കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു മോശമായ കാര്യമൊന്നുമല്ല. മറ്റുള്ളവരെന്ത് പറഞ്ഞോട്ടെ, ജീവിക്കേണ്ടത് ഭാര്യയും ഭർത്താവുമാണ്. നിങ്ങൾക്ക് ഇടയിലാണ് സ്നേഹം ഉണ്ടാവേണ്ടത്.
ഇത്തരത്തിൽ എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നത് മൂലം ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ സ്നേഹത്തിൻ്റെ അളവ് കൂടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ ഭാര്യയ്ക്ക് വേണ്ടി സഹായങ്ങൾ എന്തെങ്കിലും ചെയ്താൽ, ഒരു സഹായം ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ തിരിച്ചു ഒരു 100 സ്നേഹം അവർ തിരികെ നിങ്ങൾക്ക് നൽകും. അതിനൊരു മാറ്റവുമില്ല. അപ്പോൾ കുട്ടികളെ വെറുപ്പിൻ്റെ രീതിയിലേക്ക് കൊണ്ടുപോകാതെ അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ, അവധി ദിവസങ്ങളിലൊക്കെ എന്താണ്, വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പഠിപ്പിക്കാം. ചായ ഇടുമ്പോൾ വിളിക്കുക, ഒന്ന് വന്നടാ കുഞ്ഞെ കാണിച്ചു തരാം, ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിക്കുക. അങ്ങനെ ചായ ഇടുന്ന രീതിയൊക്കെ പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ചായപ്പൊടിയൊക്കെ ഇടുന്നതും പഞ്ചസാരയൊക്കെ ഇടുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത്രയും ചായപ്പൊടി ഇട്ട് ഇത്ര വെള്ളം ഒഴിച്ച് വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു ചായ നമ്മുടെ വീട്ടിൽ ഇത്ര പേരുണ്ട്, അപ്പോൾ ഇത്ര ഗ്ലാസ് വെള്ളം, ഇത്ര ഗ്ലാസ് പാലൊഴിച്ചാൽ ചായ ആകും. ഇതൊക്കെ അമ്മ പറഞ്ഞും കൂടെ ഒക്കെ കൊടുക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിലിരിക്കും, അവർക്കൊരു ഇൻട്രസ്റ്റ് ആകും. അതൊക്കെ അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന രീതിക്കനുസരിച്ചാണ് അവർ അത് പാലിച്ചു പോകുന്നത്. അങ്ങനെയൊക്കെ അവരെ താല്പര്യത്തോടു കൂടി അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രചോദനം നൽകുക. അല്ലാതെ നിനക്ക് ഇനി ഞാൻ ചായ ഇട്ട് തരത്തില്ല, നീ വേണമെങ്കിൽ ചായ ഇട്ട് കുടിച്ചോളൂ, ഇങ്ങനെ പറയുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അതൊരു നെഗറ്റീവ് ഇമേജേ ഉണ്ടാക്കുകയുള്ളൂ കുട്ടികളുടെ മനസ്സിൽ, അല്ലേ? തുണി കഴുകുമ്പോൾ ഇന്ന് അമ്മയ്ക്ക് ഭയങ്കര തലവേദന അല്ലെങ്കിൽ പനിയാണ്, നിനക്ക് നാളെ കോളേജിൽ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് ഇത് മതിയോ, അല്ലെങ്കിൽ ഒരെണ്ണം നീ കഴുകിയിട്, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും മെഷീനിലാണല്ലോ കഴുകുന്നത്, മെഷീനിലിട്, അതിങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ അവർക്ക് പറഞ്ഞും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ചെയ്യാവുന്നതൊക്കെ ഉള്ളൂ. പക്ഷെ അത് പറഞ്ഞു കൊടുക്കണം അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്. അതൊക്കെ അമ്മമാരുടെയും അച്ഛന്മാരുടെയൊക്കെ ഒരു പ്രത്യേക കഴിവാണ്. സ്വന്തം മക്കൾ അവരവർ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ പിന്നെ ആര് പറയുന്നതാണ് കേൾക്കുന്നത്, അല്ലേ? രക്ഷിതാക്കൾ പറയുന്നത് മക്കൾ കേൾക്കണം. ഒരു സമയം കഴിയുമ്പോൾ മക്കൾ പറയുന്നത് രക്ഷിതാക്കളും കേൾക്കണം. അതാണല്ലോ വേണ്ടത്. അങ്ങനെ വേണമല്ലോ ഒരു കുടുംബം മുന്നോട്ട് പോകുവാൻ, ശരിയല്ലേ? അല്ലാതെ എന്ത് കാര്യത്തിനും നെഗറ്റീവായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ച് വേണമെങ്കിൽ ഇങ്ങനെയൊന്നും പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. സ്നേഹത്തിലൂടെ പല പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. ചിലരോട് സ്നേഹിച്ചാലും കുഴപ്പമാണ്, ദേഷ്യപ്പെട്ടാലും കുഴപ്പമാണ്, എല്ലാം പ്രശ്നമാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഇടുക. നമ്മളുടെ സന്തോഷം കണ്ടെത്തുക. അല്ലാതെ സ്നേഹിച്ചാൽ ഫലമുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാകുന്നിടത്ത് ആ സ്നേഹം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയട്ടെ. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ സ്നേഹം അങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ, ശരിയല്ലേ?